ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, ഈ വരുന്ന വർഷം ക്ലാസ്സിൽ ടോപ്പറായി മാറണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഞാൻ പറയാൻ പോകുന്ന ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ സ്കൂൾ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾ ഫുള്ളി ഒരു ടോപ്പ് സ്റ്റുഡൻ്റ് ആയിട്ട് മാറും. എങ്ങനെയുണ്ടാവും നിങ്ങളൊരു ടോപ്പ് സ്റ്റുഡൻ്റ് ആയിട്ട് മാറിയാൽ? നിങ്ങളൊരു ടോപ്പറായിട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ എങ്ങനെയാണ് ആളുകൾ നോക്കിക്കണ്ടത്? അതേ കണ്ണിലൂടെയാണോ കാണുക? അല്ല. നിങ്ങളൊരു ടോപ്പറായി കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു ലെവലായിരിക്കും. നിങ്ങൾ സ്കൂളിൽ നിങ്ങളുടെ പൊസിഷൻ വേറെ ആയിരിക്കും, വീട്ടിൽ വേറൊരു പൊസിഷൻ ആയിരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എത്ര നല്ലൊരു അവസ്ഥയാണത്. അപ്പൊ നിങ്ങൾ ടോപ്പറായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള 5 പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത്. ഈ 5 പോയിന്റ്സ് നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ ലൈഫിൽ കൊണ്ടുവരൂ. നിങ്ങൾക്ക് ചേഞ്ച് അനുഭവിച്ചറിയാൻ സാധിക്കും. നിങ്ങൾ അടുത്ത വർഷം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അനുഭവിച്ചറിയാൻ വേണ്ടി സാധിക്കും, നിങ്ങൾ എങ്ങനെ മാറിയിട്ടുണ്ട് എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആദ്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു ദൃഢനിശ്ചയമാണ്. ഞാൻ എന്തായാലും ഈ വർഷം ടോപ്പറായി മാറുക തന്നെ ചെയ്യും. എന്ത് തന്നെ വന്നാലും. നമുക്ക് ഒരു കാര്യം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനിടയിൽ തടസ്സങ്ങളെല്ലാം വരും. ചില ദിവസം അസുഖം ഉണ്ടാവും, ചില ദിവസം എവിടെയെങ്കിലും പോകാനുണ്ടാവും, ബിസി ആയി പോകും. പക്ഷെ നമ്മൾ അതിൽ നിന്ന് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ആ ഫോക്കസ് നമ്മൾ തെറ്റാൻ പാടില്ല. നമ്മൾ വീണ്ടും വീണ്ടും റിട്ടേൺ ചെയ്തിട്ട് എവിടെ തന്നെ ട്രാക്കിൽ തന്നെ കയറണം. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ക്ലാസ്സിൽ പോയിരുന്ന് വളരെ ശ്രദ്ധയോടുകൂടി ക്ലാസ് കേൾക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ എന്താണോ കോൺസെപ്റ്റ്, ആ കോൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ചില സമയത്ത് ടീച്ചർക്ക് നന്നായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും, ടീച്ചർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇനിയും മനസ്സിലാകുന്നില്ല, നിങ്ങൾ ഒരു യൂട്യൂബ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴിയിൽ നിങ്ങൾ ആ കോൺസെപ്റ്റ്, അന്നെടുക്കുന്ന കോൺസെപ്റ്റ് അന്ന് തന്നെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. വെറുതെ മനസ്സിലാക്കിയപ്പോൾ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കിയെടുക്കുക. ഒന്നാമത്തെ കാര്യം. ആ ഒരു ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫാമിലി, പല തോട്ട്സും പല സംസാരമൊക്കെ ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ. പക്ഷെ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കരുത്. നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ ക്ലാസ്സിലേക്ക് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് എന്താണോ സ്കൂളിൽ നിന്ന് ഹോംവർക്ക് കിട്ടിയത് അത് ഫിനിഷ് ആക്കുക. നിങ്ങൾ നീക്കി വെക്കരുത്. നിങ്ങൾ രാത്രി ചെയ്യാം, രാവിലെ ചെയ്യാം, ഒരിക്കലും മാറ്റി വെക്കരുത്. പോയ ഉടനെ തന്നെ ഹോംവർക്ക് നിങ്ങൾ ഫിനിഷ് ആക്കി വെക്കുക. അപ്പൊ നിങ്ങളുടെ ലോഡ് പകുതി അങ്ങോട്ട് കുറയും. കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ചെയ്യാനുള്ള നിർബന്ധമായിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു സ്റ്റഡി ടൈം ഫിക്സ് ചെയ്യുക. ഒരു 2 മണിക്കൂർ അല്ല 3 മണിക്കൂർ, ഏത് സമയമാണോ നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത്. നിങ്ങൾ രാവിലത്തേക്ക് സ്റ്റഡി ടൈം നിങ്ങൾ നീക്കി വെക്കുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ ഓൾറെഡി രാവിലെ പഠിച്ച് ശീലമുള്ളവരാണെങ്കിൽ മാത്രമേ അത് വർക്കൗട്ട് ആവും. പുതുതായിട്ട് നാളെ മുതൽ തുടങ്ങാമെന്ന് കരുതിയാൽ നിങ്ങൾക്ക് വർക്കൗട്ട് ആവില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? രാത്രി പഠിക്കുന്നവരാണെങ്കിൽ രാത്രി തന്നെ 2-3 മണിക്കൂർ നിങ്ങൾ ഫിക്സ് ചെയ്യുക. ആ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഇരിക്കുക. മൊബൈലൊക്കെ എവിടെയെങ്കിലും അലമാരയിലിട്ട് പൂട്ടി വെക്കുക. അതുപോലെ തന്നെ നിങ്ങളൊരു ടൈമർ എടുക്കുക. 2 മണിക്കൂർ സെറ്റ് ചെയ്യുക, 3 മണിക്കൂർ സെറ്റ് ചെയ്യുക. കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. ആ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നാലാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ആ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെറിയ ക്രക്സ് നോട്ട്സുകളായിട്ട് എഴുതിയെടുക്കുക. അതിലെ കീ പോയിന്റ്സ് നിങ്ങൾ എഴുതിയെടുക്കുക. അത് സെപ്പറേറ്റ് നോട്ടായിട്ട് സൂക്ഷിക്കുക. കാരണം എക്സാമിന്റെ തലേ ദിവസം നിങ്ങൾക്ക് എല്ലാ നോട്ടും വായിച്ചെടുക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് ആ പോയിന്റുകൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് റീകോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് 4ാമത്തെ പോയിന്റ്. 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ആഴ്ചയിലുള്ള വീക്കെൻഡിൽ ഈ കഴിഞ്ഞ പാഠങ്ങൾ മുഴുവൻ ഒന്ന് റിവൈസ് ചെയ്യുക. ഫാസ്റ്റ് ആയിട്ട് ഒന്ന് റിവൈസ് ചെയ്യുക. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതുവരെ പഠിച്ച, ആ ഒരാഴ്ച പഠിച്ച പാഠഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഇയറിൽ വന്നത് അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി എടുക്കുക. എന്നിട്ട് അതിന്റെ ഉത്തരം എഴുതി ശീലിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു പാഠഭാഗം പഠിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഒരു ആൻസർ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ റിവേഴ്സ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിന്റെ ആൻസർ നമ്മൾ കണ്ടു, അതിൽ നിന്ന് വേറെ ഏതെല്ലാം രീതിയിൽ ആ ആൻസറിനെ നമുക്ക് ക്വസ്റ്റ്യൻ ആക്കി മാറ്റാം, എന്തൊക്കെ ക്വസ്റ്റ്യൻ അതിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്ന് നിങ്ങൾ ചോദിക്കണം, എന്ന് നോക്കണം. നിങ്ങൾ ആ ഒരു പാഠഭാഗത്തു നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഓൺ ആയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയെടുക്കുക, നിങ്ങൾ ആൻസർ ഉണ്ടാക്കുക. എവിടെ എഴുതൊന്നും വേണ്ട, നിങ്ങൾ മനസ്സിൽ ഒരു ആൻസർ ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിനൊരു ആൻസർ നിങ്ങൾ അതിന് കണ്ടെത്തുക. അങ്ങനെ 2-3 രീതിയിൽ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി നിങ്ങൾ തന്നെ ആൻസർ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ ജന്മത്തിൽ ആ ടോപ്പിക്ക് മറന്നുമില്ല. ഇങ്ങനെ 5 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം നിങ്ങൾ
ഒരു ടോപ്പർ ആയിട്ടുണ്ടാവും. ആരൊക്കെയാണ് റെഡി എന്നുള്ളത് നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ നിങ്ങൾ ഇടുക. എന്നിട്ട് നിങ്ങൾ അടുത്ത വർഷം വന്ന് നിങ്ങൾ ഇത് ഫോളോ ചെയ്ത് അടുത്ത വർഷം നിങ്ങൾ വന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ ഈ ഒരു ഞാൻ പറഞ്ഞ കാര്യം ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്നത് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.